അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രത്തിന്റെ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായ ഈ സുവിശേഷ പ്രഘോഷത്തിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കാം. നിങ്ങളുടെ മുമ്പിലെത്താൻ ദൈവം തരുന്ന ഈ ഭാഗ്യത്തിനും ഈ അവസരത്തിനും ഞാൻ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി. ഞാനിങ്ങനെ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യവും ഇടപെടലും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്. കുറവുള്ള പോരായ്മകളുള്ള എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങ് നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് വിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തില് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഞാൻ പലപ്പോഴും അത് ആവർത്തിച്ച വചനമാണ്. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ശിഷ്യനെ ഉറക്കെ വിളിച്ചു പറഞ്ഞതാ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അതായത് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം കുറഞ്ഞവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്തെല്ലാം ഉപദേശങ്ങൾ കിട്ടിയാലും നിന്റെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് ചെയ്തു വെച്ച ദ്രോഹങ്ങളും തെറ്റുകളും ക്ഷമിക്കാൻ സാധിക്കില്ല. ഇതൊരു പേഴ്സണൽ ബോധ്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന ശിഷ്യൻ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളാണ് ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ചില ദുരിതങ്ങളും തിരുത്താനുഭവങ്ങളും തിരിച്ചടികളും ഒക്കെ നിങ്ങൾക്ക് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ, മാനുഷിക രീതിയിൽ ആലോചിച്ചാൽ, മാനുഷിക രീതിയിൽ ആസൂത്രണം ചെയ്താൽ പലതിനും ശരിയായ ഉത്തരവില്ല. മറിച്ച് ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും ദൈവത്തിന്റെ നാവിലൂടെ സംസാരിക്കുകയും ദൈവത്തിന്റെ ഹൃദയത്തിലൂടെ ഉൾക്കൊള്ളുകയും ചെയ്താൽ എല്ലാം അർത്ഥമുള്ളതായി മാറും. അതാണ് വിശ്വാസം. അതുകൊണ്ട് ദൈവികമായ മനോഭാവങ്ങളെയാണ് ഞാൻ വിശ്വാസം എന്ന് സൂചിപ്പിച്ചു വെക്കുക. ഹല്ലേലൂയ. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട
ശക്തമായ ഒരു ദൈവിക മനോഭാവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അത് ഇതാണ്: എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും എന്ന് ഞാൻ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങൾക്കും സഹനങ്ങൾക്കും കഷ്ടപ്പാടുകളും എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് പ്രതിഫലം തരും. ഈ ഒരു വിശ്വാസം man സൂക്ഷിക്കണം. അതായത് നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യവും വൃഥാവിലാകുന്നില്ല. ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം അറിഞ്ഞ് സംഭവിച്ചാണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടാണെങ്കിൽ, തീർച്ചയായും ദൈവത്തിന് വേണ്ടി സ്വീകരിച്ചതാണെങ്കിൽ അത് സമ്മാനാർഹമാണ്. ദൈവം കാണുന്നുണ്ട്, ദൈവം പ്രതിഫലം തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണല്ലോ ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് പറഞ്ഞ വാഗ്ദാനം. അതായത് ഈ കാലത്തും വരാനിരിക്കുന്ന കാലത്തും ദൈവം പ്രതിഫലം തരും. അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച കഥ ഓർക്കണം. അവിടുന്ന് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായി, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ പരദേശിയായി, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. തീർച്ചയായും ആ നല്ല കാര്യങ്ങൾക്കൊക്കെ എന്താണ് പ്രതിഫലം? തെരഞ്ഞെടുക്കപ്പെട്ടവരെ, നിങ്ങൾ വലതുവശത്തെ വരുകയും അനാദി കാലം മുതലേ സത്യമാക്കി ദൈവരാജ്യം നിങ്ങൾ അവകാശപ്പെടുത്തുന്ന, അതായത് ദൈവം പ്രതിഫലം തരുന്നവനാണ്. ഈ ഒരു വിശ്വാസം എനിക്കുണ്ടാകണം. നമ്മുടെ സങ്കടങ്ങളാകട്ടെ, വിഷമങ്ങളാകട്ടെ, നല്ല കാര്യങ്ങളാകട്ടെ ഒന്നും പാഴായി പോകുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞു വെക്കുന്നില്ലേ, ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്ന്, ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ടെന്ന്, ആ ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്നും. ഇതാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഈ പ്രതിഫലം കിട്ടും എന്ന വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങളിലും ദൈവികമായി ഇടപെടാൻ പറ്റാത്തതും. നമ്മൾ വിചാരിക്കുന്നത് ഈ ചെയ്യുന്നതല്ല ഇവിടം കൊണ്ടങ്ങ് തീരുന്ന, ഇവിടം കൊണ്ട് തീർന്നു, ഈ ഭൂമി തന്നെ അല്ല. ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന കാലത്തും ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ വിശ്വാസം മനസ്സ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങളെ ഒരാൾ പറ്റിച്ചു, ചിലപ്പോൾ നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചു, നിങ്ങൾ ചെയ്ത അധ്വാനം അവർ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തിട്ടും അവർ നിങ്ങൾക്കെതിരെ സംസാരിച്ചു. ഇങ്ങനെയുള്ള മാനുഷിക രീതിയിൽ വിഷമങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് മകനെ മകളെ നീ ആശ്വസിക്കേണ്ട വചനം? ദൈവം പ്രതിഫലം തരും എന്ന് വിശ്വസിക്കണം. ഞാൻ ഓർക്കും, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തില് പത്രോസ് ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കാന്ന് ചോദിച്ചത്. അതായത് വള്ളവും വലയും ഉപേക്ഷിച്ച് ഞങ്ങൾ ഈ 2-3 വർഷം നിന്റെ പുറകെയൊക്കെ നടക്കുക, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇപ്പോഴെല്ലാരും പറയും മണ്ടന്മാരാ, വള്ളം ഉപേക്ഷിച്ച്, വല ഉപേക്ഷിച്ച്, പണി ഉപേക്ഷിച്ച് ചുമ്മാ പൊട്ടന്മാർ നടക്കുക എന്നൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നത്. പ്രതിഫലത്തെ കുറിച്ച് ചിന്തിച്ചത്, അത് മാനുഷിക പ്രതിഫലം, ദൈവിക പ്രതിഫലം എല്ലാം ഉണ്ട്. എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങോട്ട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ മാതാവിനെയോ പിതാവിനെയോ സഹോദരി സഹോദരന്മാരെയോ വയലുകളെയോ ത്യജിക്കുന്നവർ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. അതായത് നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചതിനും നിങ്ങളിവിടെ സഹിച്ചതിനൊക്കെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഉറപ്പിച്ച കർത്താവ് പറയുന്നു. തീർന്നില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും, എന്നാൽ ചിലപ്പോൾ അവയോടൊപ്പം പീഡനം ഉണ്ടാകും. കർത്താവ് കൂട്ടി പറഞ്ഞു, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. അതായത് ഇവിടെ വെച്ച് തന്നെ പ്രതിഫലം ലഭിക്കും. അതിനപ്പുറമായി വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനൊരാൾക്ക് ദാനധർമ്മം ചെയ്താൽ ചിലപ്പോൾ ഈ കാലത്ത് തന്നെ എനിക്ക് തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും കിട്ടും എന്ന വിശ്വാസം എനിക്കുണ്ടാകണ്ടേ? ആ വിശ്വാസമല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഞാനൊക്കെ ഓർക്കും, ഞങ്ങളുടെ ഈ മലബാറില് കുടിയേറ്റ കാലഘട്ടങ്ങളില് ഞങ്ങളുടെ പാവപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഈ കാട്ടുപ്രദേശത്ത് വന്ന് അവരൊക്കെ പണിയെടുക്കുന്ന കാലഘട്ടമുണ്ട്. അവർ ആദ്യം ചിന്തിച്ചൊരു പള്ളി ഉണ്ടാകണം. പള്ളി ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിനുവേണ്ടി സ്ഥലം കൊടുത്തവരുണ്ട്. എന്തിനാണ് സ്ഥലം കൊടുത്ത്? പള്ളി ഉണ്ടാകണം, കുർബാന ഉണ്ടാകണം, ഈശോയുടെ ബലി പങ്കേറണം. അങ്ങനെ പള്ളി ഉണ്ടായി പ്രാർത്ഥിക്കാൻ പോകുമ്പോഴെന്ത് ചെയ്യും?
ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. അതവർ വിശ്വസിച്ചു. പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തവരുണ്ട്, പള്ളിക്ക് സ്ഥലം കൊടുത്തവരുണ്ട്, രൂപങ്ങൾ കൊടുത്തവരുണ്ട്. പ്രിയപ്പെട്ട, ചിലപ്പോഴൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ഒരു പ്രശസ്തിക്ക് വേണ്ടി കൊടുത്തവർ കാണുമായിരിക്കും, ഇല്ലെന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷം പേര് ഇത് കൊടുക്കാൻ കാരണം എന്താ? ഇതിന് പ്രതിഫലം ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിച്ചല്ലേ. ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ സ്വർണ്ണമൊക്കെ ഊരി കൊടുത്തവരും സ്ഥലം കൊടുത്തവരും വലിയ തുക ദൈവിക ശുശ്രൂഷ കൊടുത്ത ആൾക്കാരുണ്ട്. ഇത് കൊടുക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ദൈവം എന്റെയും എന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഞാൻ ഓർക്കും, ഞാൻ ജോലി ചെയ്ത ഇടവകയിലും വർഷങ്ങളായി പള്ളിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൈക്കാരനുണ്ട്. ഏതച്ഛൻ വന്നാലും ഈ ചേട്ടനെ പിടിച്ച് കൈക്കാരനാക്കും. കാരണം ഇയാൾ പള്ളിക്ക് വേണ്ടി ചത്ത് കിടന്ന് അധ്വാനിക്കും. അച്ഛന്മാരുടെ ജോലി ഭാരം കുറയ്ക്കും. ഇയാളെല്ലാം നന്നായി പറമ്പ് പണി കഴിയും. അയാളുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും പറയും, എന്നാ പോട്ടൻ ചേട്ടനാ, മുഴുവൻ പള്ളിയിലാ, പള്ളിമണി പോലെ ഇയാള് എന്ന് പറഞ്ഞു നോക്കും. അന്നൊക്കെ അയാൾ ചിരിച്ചോട് പറയും, അച്ഛാ ദൈവം എന്നെ അനുഗ്രഹിക്കും, അച്ഛാ ദൈവം അനുഗ്രഹിക്കും. പിന്നീട് ഞാൻ ആ ഇടവകയിൽ നിന്നൊക്കെ മാറി കുറെ കാലമായിട്ട് ഇയാളെ കണ്ടുമുട്ടുന്നു. 10-20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ചോദിച്ചേട്ടാ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ? എൻ്റെ അച്ഛാ, അന്ന് ഞാൻ പറഞ്ഞില്ല അച്ഛാ ദൈവം എന്നെ അനുഗ്രഹിക്കും. കാര്യമായ സ്ഥലമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അച്ഛാ, കാര്യമായ സ്വത്തൊന്നും സമ്പാദിക്കാൻ പറ്റില്ല. എല്ലാരും പറഞ്ഞു പള്ളിയുടെ പുറകെ നടന്നിട്ട് മണ്ടനും പൊട്ടനാണെന്ന്. പക്ഷെ അച്ഛാ, ദൈവം എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച അച്ഛാ. അച്ഛാ, മോന് പഠിച്ച് നല്ല ജോലി കിട്ടിയ അച്ഛാ, മോൾക്ക് നല്ലൊരു കല്യാണം കിട്ടിയ അച്ഛാ, വേറെ 2 മക്കളെ കെട്ടിച്ചു വിടാൻ സാധിച്ചു, എല്ലാം നന്നായിട്ട് 6 മക്കളും നല്ല നിലയിലും. അയാൾ പറഞ്ഞു, അച്ഛാ ഒരു കൊച്ചിനെ ഓർത്ത് കരയാൻ പറ്റില്ല അച്ഛാ എനിക്ക്. എല്ലാവരും സന്തോഷമാണ്. പക്ഷെ അതേ സമയത്ത് പറഞ്ഞു വെച്ചു, എന്റെ അനിയന്റെയും ചേട്ടന്റെയും കാര്യം ഓർക്കും അച്ഛാ. ചിലപ്പോഴൊക്കെ അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞൊരു കളിയാക്കി വരിക. പക്ഷെ അവർക്കൊക്കെ എപ്പോഴും കരച്ച അച്ഛാ, കെട്ടിച്ചുവിട്ട മോക്ക് അവിടെ സങ്കടമാണെന്നും പറഞ്ഞും മോന് ജോലി ശരിയായി എന്തെല്ലാം കാര്യങ്ങളെ ഓർത്താ. പക്ഷെ എനിക്ക് ദൈവം പ്രതിഫലം തന്നച്ചാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം തരും എന്നൊരു ബോധ്യം നിങ്ങളുടെ മനസ്സ് സൂക്ഷിക്കണം. നിങ്ങൾ മനുഷ്യരാരും കണ്ടില്ലെങ്കിലും, മനുഷ്യരാരും കേട്ടില്ലെങ്കിലും, മനുഷ്യരാരും മനസ്സിലാക്കിയില്ലെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരു ദൈവമില്ലേ? ആ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരികയല്ലേ? ആ വിശ്വാസം ആഴത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നമുക്കറിയാം ആദിമ സമൂഹം തങ്ങളുടെ ദുരന്തങ്ങളും സഹനങ്ങളും ഏറ്റെടുത്തത്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ എസ്തപ്പാനോസ് എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു, സ്വർഗത്തിൽ എനിക്ക് പ്രവേശനം കിട്ടുന്നു. അതല്ലേ അവന്റെ വിശ്വാസം. അതുകൊണ്ടല്ലേ അവൻ വഴക്കുണ്ടാക്കാതെ നിരാശപ്പെടാതെ കടന്നുപോയത്. സിംഹങ്ങൾക്ക് എറിയപ്പെടുകയും തീ കാത്ത് വറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്ത ആദിമ രക്തസാക്ഷികളും അതെല്ലാം എങ്ങനെയാ ഉൾക്കൊണ്ടത്? ഈ നൊമ്പരങ്ങൾക്കും സഹനങ്ങൾക്കും എല്ലാം ദൈവം പ്രതിഫലം തരും എന്ന ചിന്ത കൊണ്ടല്ലേ. ഈ കാലഘട്ടത്തിൽ പോലും ക്രിസ്ത്യാനിയായി എന്നതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന അനവധി ദൈവമക്കളില്ലേ? വിശ്വാസം ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ മാത്രം അവർ പീഡിപ്പിക്കപ്പെടുന്നത്. അവരൊക്കെ എന്തിനങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അവരെ എന്താ പ്രേരിപ്പിക്കുന്നത്? ഒറ്റ ബോധ്യമല്ലേ, എന്റെ ദൈവം കാണുന്നുണ്ടെന്നും ഇതെല്ലാം ദൈവം പ്രതിഫലം തരുമെന്നും. ഈ ജീവിതം മൊത്തം നഷ്ടമായി പോകുമെന്ന് തോന്നിയാൽ ആരാണ് ഇങ്ങനെ സഹിക്കാൻ നിൽക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മളും ലാഭത്തിന് കൊണ്ട് നിൽക്കുന്നവരാ. അതെല്ലാം സ്വത്തിന്റെയോ പണത്തിന്റെ ലാഭം മാത്രമല്ല, ജീവിതത്തിലെ ലാഭങ്ങളില്ലേ, ആത്മീയ ലാഭങ്ങളില്ലേ. ആ ആത്മീയ ലാഭങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ നൊമ്പരത്തിനും ഇന്നത്തെ കഷ്ടപ്പാടിനും എല്ലാം ദൈവം പ്രതിഫലം തരുന്നുണ്ട്. ഈ വിശ്വാസം കുറഞ്ഞു പോയാലാണ് നമുക്ക് പലപ്പോഴും നിരാശ തോന്നുക. ചിലപ്പോൾ ആളുകൾക്ക് വേണ്ടി സഹായിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ട് സഹായിച്ചു, എന്നിട്ട് അവര് തിരിച്ച് നമ്മളെ ഉപദ്രവിച്ചു. പാല് കൊടുത്ത കയ്യെ തന്നെ കൊത്തി എന്നൊക്കെ പാമ്പിനെ കുറിച്ചൊക്കെ പറയുന്ന കഥകളില്ലേ? ഇതുപോലെ ചില ആൾക്കാർ, അച്ഛാ ഞാൻ അവർ ഒരുപാട് സഹായിച്ച, എന്നിട്ട് അവരിങ്ങനെ ചെയ്തല്ലോ, ഭയങ്കര സങ്കട വിഷമ. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കും, മോനെ മോളെ, നീ എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവം നിനക്ക് പ്രതിഫലം തരുമെന്നല്ല വിശ്വസിക്കേണ്ടത്. മനുഷ്യൻ തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ഒരുപാട് ചിന്തിക്കരുത്. മനുഷ്യന് എന്ത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഈ കാലത്ത് തന്നെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. പക്ഷെ അതിനേക്കാൾ എത്രയോ ഉപരിയായി ദൈവത്തിന്റെ മേഖലയിൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. എനിക്കറിയാവുന്ന ഒരു കൊച്ചച്ഛനെ കുറിച്ച് ഓർക്കും. ഒരു കൊച്ചു ഗ്രാമത്തില് വികാരിയെ ചെന്ന കൊച്ചച്ഛൻ അവിടെ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച് സ്നേഹിച്ച് അവരുടെ കൂടെ അധ്വാനിച്ചൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചു. പള്ളി പണിതു, പള്ളിമുറി പണിതു, ആൾക്കാരെ സംഘടിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ. അച്ഛന് 4-5 വർഷം കഷ്ടപ്പെട്ട് അവിടെ ഒപ്പം പണിയെടുത്തിട്ടുണ്ട്, മല മുഴുവൻ കയറിയിറങ്ങി നടന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ
അവസാന കാലഘട്ടങ്ങളിലുണ്ടായ ഏതോ കണക്കിലെ കുഞ്ഞു പ്രശ്നം കാരണം ആൾക്കാർ തെറ്റിദ്ധരിച്ചു. കള്ളനെന്ന് പറഞ്ഞു. ആകെ കുറെ പേര് പരാതി അയച്ചു. മെത്രാന്റെ മുമ്പിൽ ചെന്നു. അവസാനം അച്ഛൻ അവിടുന്ന് വിഷമിച്ച് അവിടുന്ന് മാറിയത്. ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് മാറി അച്ഛൻ ചാണത് വന്നപ്പോ പറഞ്ഞു, അച്ഛാ എന്നാലും ആൾക്കാരങ്ങനെ ചെയ്തല്ലോ അച്ഛ, സഹിക്കാൻ പറ്റിയല്ല. ഇനി ഞാൻ ഒരു പള്ളിയിലും പോയി പള്ളി പണിയല, ഒരു കാര്യം പണിയല. ഞാൻ വല്ല കുർബാന ചൊല്ലിയിരിക്കുള്ളൂ. നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കും. ഞാൻ ആ മിടുക്കണ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അച്ഛന് പറ്റിയൊരു പാളിച്ചുണ്ട്. എന്താ അച്ഛൻ എന്താ ചിന്തിച്ചത്? ആളുകൾ സമ്മാനം തരും, ആളുകൾ പ്രോത്സാഹിപ്പിക്കും, ആളുകൾ അവാർഡ് തരും എന്നൊക്കെ നമ്മൾ മാനുഷിക രീതിയിൽ ചിന്തിച്ചു പോകും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്താണ് അച്ഛൻ ചിന്തിക്കേണ്ടത്? എന്റെ അധ്വാനമൊക്കെ കാണുന്ന ദൈവമാ. ദൈവം എനിക്ക് പ്രതിഫലം തരും എന്നല്ലേ ചിന്തിക്കേണ്ടത്. ആ ചിന്ത കുറഞ്ഞു പോകുന്ന പ്രശ്നം. മനുഷ്യൻ തരുന്ന സമ്മാനങ്ങളെ കുറിച്ചും മനുഷ്യൻ തരുന്ന പ്രോത്സാഹനങ്ങളെ കുറിച്ചും പഞ്ചാര വാക്കുകളെ കുറിച്ചൊക്കെ അമിതമായി കൊതിയോടെ ഇരിക്കും. അതാ തെറ്റ്. ദൈവം കാണുന്നുണ്ട്, ദൈവം പ്രതിഫലം തരും. ഇവരാര് തന്നില്ലെങ്കിൽ ദൈവം നിനക്ക് തരും. ഞാൻ അച്ഛന് 56 സങ്കീർത്തനത്തിൽ 8 വചനം പങ്കുവെച്ചു കൊടുത്തു. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കും, അത് 56 സങ്കീർത്തനത്തിൽ 8 വചനം അവിടെ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാനൊരു കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചലുകളെല്ലാം ഞാൻ എണ്ണിയിട്ടുണ്ട്, അവയെല്ലാം ദൈവത്തിന് ഗ്രന്ഥത്തിലുണ്ടല്ലോ. നിന്റെ കണ്ണീർ കണങ്ങള് ഇതെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ചങ്ക പൊട്ടി കരഞ്ഞതും, നീ പള്ളിയിൽ ഇരുന്ന് കരഞ്ഞതും, നീ ആർത്ത് വിലപിച്ചതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. നീ ഒഴുക്കിയ ഓരോ കണ്ണുനീർ തുള്ളിയും ദൈവം ഇങ്ങനെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തിനാ? ഈ ഓരോ തുള്ളിക്ക് നിനക്ക് പ്രതിഫലം തരാനാ. നിന്റെ തുള്ളികൾ കണ്ണുനീർ വീഴ്ചയോടൊക്കെ പ്രതികാരം ചെയ്യാനും കൂടെ. അതായത് നിന്റെ കണ്ണുനീർ തുള്ളിയൊന്നും അനാഥമായി പോയിട്ടില്ല. നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. നീ തെക്ക് വടക്ക് നടന്നതും കഷ്ടപ്പെട്ടതും വീട് കയറി ഇറങ്ങി നടന്നതും ആൾക്കാർക്ക് കഷ്ടപ്പെട്ടതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. എണ്ണി വെച്ചേക്ക. അലച്ചിലുകൾക്കെല്ലാം ദൈവം പ്രതിഫലം തരും. മാത്രമല്ല അടുത്ത വചനം എന്താ? അവയെല്ലാം അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ, ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ട നിങ്ങൾ ചില ആളുകളൊക്കെ ചെയ്ത നല്ല കാര്യങ്ങള് വീട്ടുകാർ പോലും ഓർത്തൊന്നും വരികയില്ല. കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്, നിന്റെ നാത്തുവിനെ കെട്ടിക്കാൻ പൈസ ഇല്ലാത്ത കാലത്ത് നിന്റെ കയ്യിൽ 5-6 വളയൂരി നീ കൊടുത്തതാ. അന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പറഞ്ഞു വീതം വെക്കുമ്പോൾ പരിഗണിക്കാം. ഇപ്പം വീതം വെപ്പ് വന്നപ്പോ ഇതാരും ഓർക്കുന്ന പോലുമില്ല. അതായത് അവരുടെ ഓർമ്മകളിലൊന്നും ഇല്ലത്. പക്ഷെ ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. ചിലപ്പോൾ നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യം നീ പള്ളിക്ക് സ്ഥലം കൊടുത്തു കാണും, നീ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കാണ്ട് സ്ഥലം കൊടുത്തു കാണും. ഇതൊന്നും ആരും ഓർക്കുന്ന പോലുമില്ല. ഇപ്പം പുതിയ ആൾ വന്നപ്പം എല്ലാവരും തന്നെ കളിയാക്കുകയും അവഗണിക്കുകയും നിനക്ക് വിഷം തോന്നും. പക്ഷേ മോനെ മോളെ നീ ഓർത്തോ, ഇതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ടെന്ന് അർത്ഥം എന്താ? ദൈവം നിനക്ക് പ്രതിഫലം തരുമെന്നാ. ചിലപ്പോഴൊക്കെ ചില ഇടവകളിലൊക്കെ ഇടവകയുടെ സമൂഹങ്ങളുടെ ആരംഭഘട്ടങ്ങളിൽ ആദ്യകാല ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് സ്വർണം കൊടുത്ത് പണിയെടുത്തൊക്കെ ഒരു തലമുറ കഴിയുമ്പം ഇവരെ ആരും ചെയ്തൊന്നൊരു ബുക്കിൽ പോലും കണ്ടില്ല, ആരും ഓർക്കില്ല. പിന്നെ വന്ന അച്ഛന്മാർ പോലും ഓർക്കില്ല. അച്ഛന്മാർ നിങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമവും പ്രയാസം ഉണ്ടാവും. മറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു വെക്കും, മോനെ മോളെ നിന്നെ പരിഗണിക്കാൻ പോകുന്ന ദൈവമാണ്. നിന്റെ ഈ അധ്വാനവും കഷ്ടപ്പാടും എല്ലാം കാണുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഈ കാലത്ത് തന്നെ നിനക്ക് സമാധാനം തരാൻ പോവുക, സന്തോഷം തരാൻ പോവുക, സൗഭാഗ്യം തരാൻ പോവുക, നിന്റെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോവാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നിനക്ക് ദൈവം നിത്യജീവൻ തരാൻ പോവല്ലേ. നീ ഒരാൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്തു വെച്ചു, നീ ഒരാളെ പെണ്ണെ കെട്ടിക്കാൻ സഹായിച്ചു, അല്ല ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു. തീർച്ചയായും അവര് തിരിച്ചു വന്ന് നന്ദി പറയണം നമ്മൾ ആഗ്രഹിക്കും. ഇതൊന്നും ഉണ്ടായില്ലേ പോലും ഓർത്തോ, ഇതെല്ലാം കാണുന്ന തമ്പുരാൻ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കല്ലേ. അതാണ് സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറഞ്ഞു വെക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലെ 19-ാം വചനമില്ലേ, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുവിൻ, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത ഇടത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുവിൻ. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളല്ല, നിങ്ങളുടെ ത്യാഗത്തിന്റെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാകുന്ന, നിങ്ങളുടെ ഉപവാസവും കണ്ണീരും കൊണ്ടുണ്ടാകുന്ന ആ നാണയത്തൊട്ടുകൾ സ്വർഗത്തിലെ നിക്ഷേപമായി മാറും. അതാണ് പ്രതിഫലം. സ്വർഗത്തിലെ പ്രതിഫലത്തെ ലക്ഷ്യം വെക്കണം നമ്മൾ. ഇവിടുത്തെ ലാഭങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ രാജ്യത്തിന് നമുക്ക് അനുഗ്രഹം കിട്ടുമോ? കിട്ടും. എല്ലാത്തിനും പ്രതിഫലം കിട്ടും. നിങ്ങളിപ്പോ ഉപവാസം എടുക്കുന്നതിന് എവിടെയാണ് പ്രതിഫലം കിട്ടുന്നത്? നിന്റെ ദൈവരാജ്യത്തിന്റെ പുസ്തകത്തിലുണ്ടത്. നീ ദാനധർമ്മം ചെയ്താല് എവിടെയാണ് നിനക്ക് അനുഗ്രഹം കിട്ടാൻ പോകുന്നത്? ദൈവത്തിന്റെ പുസ്തകത്തിൽ അതുണ്ട്. നീ കൊടുത്ത ദാനധർമ്മം നിന്റെ പാപങ്ങൾക്ക് പരിഹാരം എന്ന് മാത്രമല്ല,
നിന്റെ തലമുറയിലേക്ക് അനുഗ്രഹത്തിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഉറവയായി മാറിയത്. ഈ ഒരു ബോധ്യം ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആളുകള്, നമ്മുടെ കടന്നുപോയ മുൻ പിതാക്കന്മാരൊക്കെ ധാരാളമായി ദാനധർമ്മം ചെയ്തിരുന്നത്. അവര് പലപ്പോഴും വളരെ സഹായിച്ചിരുന്നത്. ഇന്ന് ആ ബോധ്യം കുറഞ്ഞു പോകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നിരാശപ്പെടുന്നു. സഹായിക്കുന്നില്ല. ആരെ സഹായിക്കുന്നു? സഹായിച്ചവരൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉപദ്രവിച്ചേക്കാം. പക്ഷെ ദൈവം നിനക്ക് അനുഗ്രഹം തരാൻ പോകാം. ദൈവം നിനക്ക് പ്രതിഫലം തരും. എന്നും വിശ്വസിക്കണം, എന്റെ ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്നും. ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു വിശ്വാസം ശക്തമായി സൂക്ഷിക്കാൻ കൂടി ആവശ്യപ്പെടുക. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യമില്ല. നമ്മളെ പറ്റിച്ചവരോടോ നമ്മളെ ഉപദ്രവിച്ചവരോടോ നമ്മളെ നശിപ്പിച്ചവരോടോ ഒന്നും ദേഷ്യം ഉണ്ടാകില്ല. കാരണം അവരൊക്കെ അങ്ങനെ ചെയ്തു വെക്കും. മറിച്ച് ദൈവം ഇതെല്ലാം കാണുന്നില്ലേ? ദൈവമല്ലേ എല്ലാം അറിയുന്നത്? ദൈവമല്ലേ എല്ലാം നവീകരിക്കുന്നത്? ഈ ഒരു ബോധ്യം സൂക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എൻ്റെ ദൈവം പ്രതിഫലം തരും. അപ്പനും അമ്മയും ജീവിത പങ്കാളിയോ മക്കളോ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ മെത്രാനോ സഭയോ ആരും നിങ്ങളുടെ നല്ല മുഖവും നന്മകളും കണ്ട് നിങ്ങൾക്ക് പ്രതിഫലം തന്നില്ലെങ്കിലും, സമ്മാനം തന്നില്ലെങ്കിലും, അവാർഡ് തന്നില്ലെങ്കിലും, മോനെ മോളെ നീ വിശ്വസിക്ക്, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്നും ഈ കാലത്തും വരാനിരിക്കുന്ന കാലത്തും എനിക്ക് പ്രതിഫലം തരും. സ്വർഗത്തിലേക്കുള്ള യാത്രയില് എന്റെയും നിധികളും നാണയമായി എൻ്റെ ത്യാഗങ്ങളൊക്കെ മാറാൻ പോകാം. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആ വിശ്വാസം നിറച്ചു സൂക്ഷിക്കുമ്പോൾ എല്ലാ ദേഷ്യവും എല്ലാ വാശിയും എല്ലാ പ്രതികാര ചിന്തയും മനസ്സിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എല്ലാം കാണുന്ന തമ്പുരാനെയും എൻ്റെ അധ്വാനങ്ങൾക്കെല്ലാം നീ പ്രതിഫലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും ഞാൻ അധ്വാനിക്കുന്നതെല്ലാം നീ കണ്ടിട്ടുണ്ട്. മനുഷ്യരാരും കൂടെ നിൽക്കുന്നവരാരും അത് അംഗീകരിച്ചില്ലെങ്കിലും നീ അംഗീകരിക്കുന്നു. ഈ ലോകത്തും വരാനിരിക്കുന്ന കാലത്തും എനിക്ക് നീ പ്രതിഫലം തരുമെന്ന വിശ്വാസത്തോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദാനധർമ്മങ്ങളും എൻ്റെ ഉപവാസങ്ങളും എൻ്റെ സഹനങ്ങളും എൻ്റെ പ്രാർത്ഥനകളും എല്ലാം നിന്റെ പുസ്തകത്തിലേക്ക് നീ കുറിച്ചു വെക്കണമേ. അതെല്ലാം നോക്കി അങ്ങെൻ്റെ ജീവിതയാത്രയിൽ എന്നെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. കാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ അങ്ങ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തുതികളിൽ വസിക്കുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തിന് മുമ്പിൽ എല്ലാ ശക്തികളും മുട്ടുമടങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും ആകുലതകളെയും നിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും അങ്ങ് ഭരണകർത്താവായിരിക്കണമേ. എല്ലാ തിന്മകളെയും അങ്ങ് ശാസിക്കണമേ. എല്ലാ തകർച്ചകളെയും അങ്ങ് ബന്ധിക്കണമേ. എല്ലാ അസ്വസ്ഥതകളെയും അങ്ങ് നീക്കണമേ. അങ്ങയുടെ വലിയ കാരുണ്യവും അങ്ങയുടെ വലിയ ശക്തിയും ഇപ്പോൾ ജനത്തിൻ്റെ മേൽ അങ്ങ് സംലഭ്യമാക്കണമേ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സുഖം പ്രാപിച്ചുവല്ലോ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരെയും സ്പർശിക്കണമേ. ഇപ്പോൾ തന്നെ വേദനകളും രോഗങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, സ്തുതിയുടെ ആരംഭങ്ങളിൽ ഇറങ്ങി വരുന്ന കർത്താവേ, ഇപ്പോൾ ഈ നിമിഷ ദൈവശക്തി പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളും തകർച്ചകളും എല്ലാ വിഷമങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ